ഹലോ ഗായ്സ്, നമ്മൾ കന്യാകുമാരി എത്തിയിരിക്കുന്നു. പിന്നെ പുതിയ പഠിച്ച കാര്യം ഇന്ത്യയുടെ ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. കുറച്ച് ആൾക്കാർ ഇവിടെ ഇറങ്ങിയില്ല, ഇല്ലെങ്കിൽ ഇത്രയും ഉണ്ടാവും. ഇപ്പം നിലവിൽ സമയം 9:16. നമ്മൾ പുറത്തേക്ക് പോട്ടെ, റൂം എടുക്കാൻ. സുഹൃത്തുക്കളെ, ബൈ. ഹായ് ഗായ്സ്, നമ്മളങ്ങനെ റൂം തേടി നടക്കുകയാണ്. ഇവിടെ അടുത്ത മാപ്പിലൊരു റൂം കാണുന്നില്ല ഗൈസ്, കാണുന്നില്ല. നമ്മളിപ്പോ ഒരു ഗണേശ ലോഡ്ജിൽ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നു. ഇവിടെ മൊത്തം തമിഴ് വരാം. നമുക്ക് നോക്കി നോക്കാം, നമ്മൾ ചോദിച്ചിട്ട് പറയാം. അങ്ങനെ ഗൈസ് അബക്ക് ലോഡ്ജ് കിട്ടി. ലോഡ്ജ് കിട്ടി, എല്ലാം ഇന്ന് ലാഭം ഉണ്ടാക്കി നമ്മൾ. എന്നാണ് ഏറ്റവും കൂടുതൽ. ബഡ്ജറ്റ് ട്രിപ്പ് ആയത്. ഇന്നലെ വരെ ഒടുക്കത്തെ എക്സ്പെൻസ് ആയിരുന്നു. ചോദിച്ചപ്പോ ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് 2,700, എക്സ്ട്രാ ബെഡും 300, മൊത്തം 1,700. 2 റൂമിന്. പിന്നെ ചെക്കൗട്ട് 1 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് നല്ലൊരു തങ്കപ്പെട്ട അണ്ണൻ ഓണർ കാണാണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്തോന്നു. പുറത്തിറങ്ങുമ്പോൾ എല്ലാം ഒരുമിച്ച് ഇറങ്ങാൻ പല 2-3 പോകുന്നു. 900 റുപ്യ വാടക. എപ്പോ വേണമെങ്കിൽ കയറാം. രാത്രി 2 മണിക്ക് ചെക്കൗട്ട്. മറ്റന്നാൾ അത് ശരിക്കും 2 ദിവസത്തെ റൂമാണ് നമുക്ക് തന്നെ. പോലും ചോദിച്ചില്ല. ഇവന്റെ നമ്പർ മാത്രം വെച്ചിട്ടാണ് പോയത്. ID കാർഡ് പോലും പ്രൂഫ് പോലും ഇല്ല. നടക്കും. ഈ ബാക്കി ഫുഡ് കഴിക്കാൻ പോണം. തമിഴ്നാട്, പക്ക തമിഴ്നാട്ടിലാണ് കേറിപ്പെട്ടത്. എത്ര അയച്ച? 3000 അപർണേച്ചി ദൈവം. അപർണേച്ചിയാണ് തങ്കം. സാന്ദ്രേച്ചിനെ കടത്തി വെട്ടി അപർണേച്ചി. സാന്ദ്രേച്ചിയേക്കാൾ മുകളിൽ. ഓക്കെ, വേഗം കഴിഞ്ഞോ ഗായ്സ്. അപർണേച്ചിനോട് 1000 ആ നാട്ടിൽ നിന്ന് ഇവരും പറഞ്ഞു വെച്ചത്. ഇവിടെ എത്തപ്പോൾ 2000 ചോദിക്കാന്ന് വെച്ചു. ഞാൻ അത് 2000-ലേക്ക് ഒപ്പിക്കാൻ വേണ്ടി ഒരു 3000 കയറ്റി ചോദിച്ചു. അവര് 3000 ഇന്ന് കന്യാകുമാരി നമ്മളേക്ക് വാങ്ങും. ഇന്ന് ഈ ലോഡ്ജ് വില വന്ന് മേടിച്ചാലോ? കന്യാകുമാരി ഇത് നമ്മള് മാക്സിമം കുറച്ചല്ലോ. ഓക്കെ, ബാക്കി ഇട്ട് കൊടുക്കാം. 1000-1500 നമ്മൾ തിരിച്ചിട്ട് കൊടുക്കും. ഒരു ഞെട്ടണം. നമ്മളെ ഡെഡിക്കേഷൻ കണ്ട ഒരു ഞെട്ടണം. സാന്ദ്രക്ക് ഒരു 500 കിട്ടി കൊടുക്കാം. അല്ല, ഇവിടെ 200 കിട്ടിട്ട് അപ്പുറത്ത് കൊടുക്കാം. ഇവിടുത്തെ ബാക്കി അപ്പുറത്ത് ഇന്നത്തെ വെച്ചിട്ട് സെറ്റാണ്. അപ്പൊ കന്യാകുമാരിയില് ഒരുപാട് കന്യാകുമാരിയില് കുറച്ച് ഫ്രണ്ട്സ് ഇല്ലാതെ കുറച്ച് നല്ല കാര്യം. അതൊക്കെ അത്രയും പിടിക്കാനും പോയാലും പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അപർണേച്ചിന്റെ ഫോട്ടോ ഡീപ്പ് ആയിട്ട് വെച്ചാലോ? ഗ്രൂപ്പിന്റെ ഫോട്ടോ 4000 അയച്ചു കൊടുക്കാൻ പറയും. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കാണാം. ബൈ ബൈ. ഹലോ ഗൈസ്, അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. ഫുഡ് തുടങ്ങിയിട്ടില്ല. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. രണ്ടാൾക്ക് ഇത്
വെയിറ്റിംഗ് ആണ് guys. നമ്മൾ എന്തൊക്കെയോ ദോശ പറഞ്ഞു, പൊറോട്ട പറഞ്ഞു. ഇത് ഫുള്ള് തമിഴാണ്. തമിഴാണ്, മലയാളീസ് വളരെ കുറവാണ്. എനിക്ക് മലയാളം അറിയാം. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. എനിക്കവിടെ നാളെ കാണുന്നുണ്ടാവുള്ളൂ. നീ ഓർഡർ നാളെ കാണുന്നുണ്ടാവുള്ളൂ. നാളെ സൺറൈസിൻ്റെ ടൈമിൽ കാണാം അല്ലേ? ഞാൻ നേരത്തെ അല്ലേ ഇതാക്കിയിട്ടെടുത്തേ. പക്ഷെ എനിക്കൊന്നില്ല. ഇവൻ പിന്നെ ഒന്നും കഴിക്കുന്നില്ല, പട്ടിണി കിടക്കുന്നതാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി സൂര്യനെ കാണാൻ പോകുന്നു. സൂര്യൻ എവിടെ ഉണ്ട്? എവിടെയൊക്കെ കാണാം. എവിടെയെങ്കിലും കാണാം. കോയമ്പത്തൂർക്ക്, കന്യാകുമാരി അങ്ങോട്ടേക്ക് പോവുകയാണ്. കൊച്ചുവെളുപ്പങ്കാലത്ത് സൺറൈസ്. ഇപ്പോൾ സമയം 5:52. വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂര്യനെ കാണാം അല്ലടാ. കാണാൻ പറ്റുന്ന പറയുന്നത്. പക്ഷെ ഇപ്പം അത്യാവശ്യം വെളിച്ചൊക്കെ ഉണ്ട്. പ്രത്യേകത എന്തെന്നാൽ സൺറൈസും സൺസെറ്റും ഒരേ സ്ഥലത്ത് നിന്ന് കാണാൻ വേണ്ടി പറ്റും. ആ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടെന്ന്. അതെന്താണെന്നറിയോ? എല്ലാ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ആണല്ലോ. അതായത് എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ പോയിന്റ് അറ്റം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ജസ്റ്റ് ഒരു 28 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് സ്വീഡനിലെത്താൻ പറ്റും. അവിടെ നോക്കിയാൽ ശ്രീലങ്ക കാണാൻ പറ്റുന്നൊക്കെ പറയുന്നേക്കാം. വിവേകാനന്ദ പാറ കാണാം. അത് വേറെ സംഭവമില്ലേ ഇങ്ങനെ നടന്നൊക്കെ പോണ പണ്ട്? അത് വേറെ സ്ഥലം, അത് വേറെ, ഇത് വേറെ, അത് വേ ഇത് റേ. അവിടുന്ന് നോക്കി ശ്രീലങ്ക മസ്തായിട്ട് കാണാം. നമുക്ക് ഇവിടെ നിന്ന് ഒരു വ്യൂ കാണിച്ചിടാം. ഇതാണ് വ്യൂ. അപ്പോൾ ഓക്കെ, സൺറൈസ് കണ്ടിട്ട് കാണാം. അങ്ങനെ നമ്മൾ സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് എത്തിക്കുകയാണ്. അടുത്ത സിനിമാനി ഷോട്ട് എടുക്കാനാണ് പോയിട്ടുണ്ട്. കാണാനല്ല ഇപ്പം ഇങ്ങനെ ഇതുവരെ സൂര്യൻ വന്നില്ല, പക്ഷെ വെളിച്ചമില്ലേ? ഇവിടെ നിന്ന് എവിടെ നിന്നോ നോക്കി വിവേകാനന്ദ പാറൊക്കെ കാണാൻ പറ്റുന്നതാണ് കണ്ടത്. ഇനി പോയി നോക്കണം. നമ്മളിപ്പോൾ ഒരു തലക്ക് കാണാൻ പറ്റും. അതാട്ടോ തിരുവള്ളുവർ പ്രതിമണ്ടു. അപ്പോൾ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്നിട്ടുള്ളത്. ഇവിടെ എന്താ പറയുക, കൊടി ഉയർത്തുന്നൊക്കെ പറയും. ഇവിടെ ഇത്ര ഫാൻസാ. ഇനി സൺറൈസ് വരുമ്പോൾ കാണാം. സൺറൈസ് കഴിഞ്ഞു. കറക്റ്റ് ടൈമിന് സൂര്യൻ നല്ല പ്രത്യേകിച്ചേ. കറക്റ്റ് 6:12 സൂര്യോദയം.
കറക്റ്റ് 6:12 പയ്യൻ വന്നിട്ടുണ്ട്. അതങ്ങനെയല്ലടാ, സൂര്യൻ ഉദിക്കുന്ന സമയമാണ് മറ്റവര് കാൽക്കുലേറ്റ് ചെയ്തത്. അതന്നെ ഞാനും പറഞ്ഞത് ഇഷ്ടമുണ്ട്. അപ്പൊ ഇന്ന് സൂര്യൻ 6:12 ഉദിക്കും, നാളെ 6:15 ആണെങ്കിലും വേറെ സ്ഥലത്ത് വേറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. ഇത് കൊള്ളാം. ഇനിയിപ്പോ എന്താ പരിപാടി? നമ്മക്ക് അത് വേണം. അത് കഴിഞ്ഞിട്ട് വണ്ടർ വിട്ടാലോ, എന്നിട്ട് സൂ കണ്ടാലോ. സൺസെറ്റ് കാണുന്നു പാടല്ലോ. സൺസെറ്റ് കാണുന്നു വേണ്ടല്ലോ, ഇതന്നെ ഉള്ളു. ഇത് ഇവിടെ തന്നെ താഴും. അങ്ങനെയുണ്ട്. കുറച്ചേരം ഉറങ്ങി എണീറ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ പോവാൻ പറ്റുമെങ്കിൽ പോയിട്ട് ഇവിടെ പോവാൻ പറ്റുമെങ്കിൽ പോയിട്ട് നമുക്ക് നേരെ തിരുവനന്തപുരം വിട്ടാലോ, സൂ കാണാൻ. സൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതടാ, വേറെ എന്തെങ്കിലും പോയി നോക്കണം. ഇവിടെ അല്ലാതെ വേറെ ഒന്നും കാണല്ലോ. അപ്പൊ നമ്മള് അടുത്ത പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാണാം. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്നിട്ടില്ല. വെറുതെ ഇവിടുന്ന് എടുത്ത് എല്ലാം ഫുള്ള് നഷ്ടത്തിലാണ്. എടുക്കാൻ കയറി അപ്പൊ വരും ചാത്തന്മാര്. 300 നമ്മൾ അവിടെ നിന്ന് കേട്ട എത്ര രൂപയ്ക്ക് തന്നെ? 450. 700 റുപ്യ ഒരു നേരത്തെ ഫുഡ്. 2 നേരത്തെ ഫുഡിന്റെ പൈസയാണ് പോയത്. വീണ്ടും പള്ളിയുടെ അവിടെ വിവേകാനന്ദ പാറയിലേക്ക് തുറന്നിട്ടുള്ള അറിയാത്ത ഇങ്ങനെ മുമ്പ് നടക്കുന്നുണ്ട്. ഒരിക്കൽ ഞങ്ങളെ പറ്റി ഒരു ചിന്തയില്ല. നമ്മുടെ മുമ്പിലായിട്ട് നമ്മൾ അവരെ കാത്ത് അവര് നമ്മളെ കൊണ്ടു പോക്കാം. എന്തിപ്പൊക്കെ പോയത്. ഇനിയിപ്പോ അവരെ കാണുന്നു. ഇനി പാറയിൽ പോകുന്നുണ്ട്, കാണാം. പാറ പോകുന്നുണ്ട്, എന്തായാലും കണ്ടിരിക്കും. ഇല്ലെങ്കിലും കാണും. വേറെന്തെങ്കിലുമൊക്കെ പരിപാടി ആയിട്ട് പ്രത്യേകിച്ച് കാണുന്നില്ല. ഹലോ, കന്യാകുമാരി വരി നിൽക്കാണ്. വരി എന്താ പറയാ പോലെ. നമ്മുടെ പുറകെ ആരും ഇതിലും പറയാനുണ്ട്. പാറ വെറും പാറയല്ല, വിവേകാനന്ദ പാറ. ഇവിടുന്ന് ബോട്ട് കയറി അവിടത്തേക്ക് പോകണം. അതും 500 rupees ഫോർ ടിക്കറ്റ്. വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് പഠിക്കുകയാണ്. പഠിച്ചിട്ട് പറഞ്ഞുതരോ? തെറ്റിക്കഴിഞ്ഞാലോ? തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 തവണ ഇമ്പോസിഷനും രാത്രിയിലെ ഫുഡും. രാത്രിത്തെ ഫുഡ് ഇമ്പോസിഷൻ ഒഴിവാക്കാം. ഇമ്പോസിഷനൊന്നും വലിയ കാര്യമില്ല. അതെ, വ്ലോഗിൽ പറയണ പോലെ പറയണം. അങ്ങോട്ടാ മുള്ളെന്ന് എനിക്കറിയാം. എന്ത് പറഞ്ഞാലും അങ്ങോട്ടാണല്ലോ. പിന്നെന്ത് ചെയ്യാനടാ.
ചെയ്യുന്നു, ഞാൻ ചേച്ചി വെൽക്കം ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ നമ്മൾ വിവേകാനന്ദ പാത ആനന്ദത്തിൽ മുമ്പിലാണ്. ഇതെന്ന് പറയുന്നത് വളരെ പുണ്യമായൊരു സ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഐതിഹ്യപ്രകാരം എന്തോ കന്യാകുമാരി, അതായത് പാർവതിയുടെ മറ്റൊരു രൂപമാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. ഇവിടെയാണ് തപസ് ചെയ്തതെന്നൊക്കെ പറയപ്പെടുന്നു. അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് വിവേകാനന്ദ സ്വാമികൾ ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങി അവസാനം കേരളത്തിലെത്തി. കേരളം കഴിഞ്ഞ് കന്യാകുമാരിയിൽ വെച്ചാണ് അദ്ദേഹത്തിന് യാത്ര തീർന്നത്. അന്ന് ഇന്ത്യയിലെ ജനങ്ങളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട അദ്ദേഹത്തിന് എന്ത് അതിന് പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി എന്ത് പ്രവർത്തനം ചെയ്യാൻ പറ്റുമെന്ന് വ്യക്തമായ അറിവില്ലായിരുന്നു. അത് കാരണം അദ്ദേഹം ഇവിടെ വന്ന് ധ്യാനം 3 ദിവസം പകലും രാത്രിയും ധ്യാനത്തിലിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായി. അതോടെ അദ്ദേഹം പിന്നീട് തൻ്റെ പ്രവർത്തനം സാധാരണക്കാർക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതാണ് ഈ പാറയുടെ പ്രത്യേകത. പിന്നീട് അവിടെ ക്ഷേത്രം ഉയർന്നു. അങ്ങനെയാണ് കാര്യം. നമ്മളിപ്പോ വിവേകാനന്ദ പാറന്റെ ഏറ്റവും മുകളിൽ ഫോട്ടോയാ വീഡിയോ ആണ്. പാഠം കാണിച്ചത് എന്ത് പാടോടാ? അതൊക്കെ വരും. അത് സർപ്രൈസ് ആണ്. ചെക്കൻ്റെ ഒരു വലിയ സ്പീച്ച് തരാനുണ്ട്. ഇവിടുന്ന് നോക്കിയാ കാണുന്നത്. only ₹150. एक फोटो लेने के लिए 150 നമ്മൾ കേറി തിരുവള്ളുവറ പ്രതിമയുടെ താഴത്തേക്ക് പുറത്തേക്ക് തിരുവല്ലൂർ എല്ലാവരും നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെയാണ് നടന്നു പറഞ്ഞു. അതൊരു കിടിലനായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു തിരവ് പറയാലോ. ജീവൻ പോയി. വീഡിയോയിലൊക്കെ കാണുമ്പോ നല്ല രസാ, പക്ഷെ നേരിട്ട് അനുഭവിക്കുമ്പോഴേ വലിയ രസമല്ല. ആരെങ്കിലും പേടിച്ചോ? ആരെങ്കിലും പേടിച്ചോ? കുറച്ചുകൂടെ വൈറ്റ് ആക്കേണ്ടതായിരുന്നു. നേരെ വന്നാലും പിടിച്ച് കണ്ടിട്ട് പേടിച്ചിട്ട് അറിയോ? അവിടെ മാത്രം കണ്ട തിര കൂടുതല്. ഭയങ്കര സീനാണ്. അവിടെ കാണുമ്പോ വീഡിയോയിലൊക്കെ കാണുമ്പോ വലിയ രസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അനുഭവിക്കുമ്പോ വലിയ രസമൊന്നുമില്ല. ഇവിടുന്ന് നോക്കിയ വിവേകാനന്ദ പാറ കാണാം. നോക്കിയാലും ഫോട്ടോ ഒരുത്തനെവിടെ ഒരുത്തനെവിടെ
ജലസമാധിയാണ്. ഫേമസ് ആവും. കേടായ ലൈഫ് ജാക്കറ്റാണ് കേസ്. ഇതാണ് അവസ്ഥ. ചെറുതായിട്ട് ലൈഫ് ജാക്കറ്റ് ഒറിജിനൽ ഒന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കെട്ടൊന്നുമില്ല. ഇവിടെ രാവിലെ ഗ്ലാഡിനൊരു പേളുമാല അവിടുന്ന് 150 രൂപക്കല്ലേ വാങ്ങിയ. 200 രൂപ പറഞ്ഞേ, അത് നമ്മൾ 150 നെഗോഷിയേറ്റ് ചെയ്ത് കണ്ണടൂര് നമ്മളെന്തേത് അത് 150 രൂപക്ക് രാവിലെ തിരിച്ചു വന്ന് മേടിച്ച നമ്മളത് 150 ആക്കി മേടിച്ച്. ഇപ്പൊ നമ്മള് വൈകുന്നേരം വെറുതെ ഷോപ്പിങ്ങിന് ഇറങ്ങി അവിടെ നിന്ന് കടയിൽ ചോദിച്ചപ്പോ 50 രൂപ. ഒറിജിനൽ ആണോ ചോദിച്ചപ്പോ അല്ല, ചൈനീസ്. അപ്പൊ അവിടെ എല്ലാം വെക്കുന്ന സെയിം സാധനം. അപ്പൊ ഇപ്പുറത്ത് വന്ന് കടയിൽ വന്ന് ഈ മാല 30 രൂപ. സങ്കടം കാണും. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പയ്യ നിക്കുന്നുണ്ട് എന്തേലും പറയാനുണ്ടോ? ആരും ഇങ്ങനത്തെ അബദ്ധത്തിൽ പോയി പെടെടുത്ത് നമ്മൾ ഒന്നതോടെ കുറച്ച് വെയിറ്റ് ചെയ്യണം. 30 എല്ലാം 30. അതാണ്ടില്ല, അത് 30 രൂപ, ഇത് 30 രൂപ, 30, 20 രൂപ, വലുതാകുമ്പോൾ 150 രൂപ കാലുണ്ടോ ചോദിക്കി. കയ്യിലെ കൊണ്ടുപോകാൻ ആൾക്കാരുടെ വില കൂടി പറയും. 100, 150 രൂപ. ഈ സാധനം രാവിലെ അവിടെ 250. അങ്ങനെ തന്നെ പറയും. നമ്മൾക്ക് 5 രൂപ കിട്ടിയാൽ മതി. 25 രൂപ മുതൽ 5 രൂപ കിട്ടാൻ മതി. ചേച്ചി 30 രൂപക്ക് അതിൽ ബാക്കി ചേച്ചി കൊടുത്താൽ മതിയായിരുന്നു. നീ ഇപ്പോ നെഗോസിയേഷന് വിളിച്ചിട്ട് ഇതായിരുന്നു ഇവനെ. നമ്മള് വരുന്നില്ല എന്ന് പറഞ്ഞാ. ഇതൊക്കെ പക്ഷെ നമ്മക്ക് കൊണ്ടാലും നടക്കൂലടാ അത്. ഇതിനൊക്കെ എത്ര ചേച്ചി ഇതിന്? അത് 1500. 50 രൂപ കുറച്ച് വാങ്ങിക്കാം. എത്രടാ? 50 രൂപ കുറച്ച് വാങ്ങിക്കാം. അതെന്താ സ്പെഷ്യൽ? എന്താ സ്പെഷ്യൽ? സ്ലൈറ്റ് പെൻസിൽ കന്യാകുമാരി പെൻസിൽ ഇതെല്ലാം കിട്ടും. ആദ്യം ഇത് കൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും നോക്കാം. സാധനം ഇതെന്തിനാ എഴുതുന്ന? ഇതിൽ ഒന്നിനെത്ര? 5. ഒന്നിനെത്ര? ഇത് കടലിൽ കിട്ടുന്നതാ? ഫ്ലവർ വെക്കാനുള്ളത്, സിഗരറ്റ് അതിലെവിടെ എടുക്കുന്നതാണ്. എന്താണ് സാധനം? സിഗരറ്റിന്റെ കാഷ്വൽ സംഭവമില്ലേ, ആ അങ്ങനത്തെ അരച്ചിട്ടുണ്ടാക്കുന്ന പെൻസിൽ. വീട് സീസർ വലിച്ചിട്ട് ഷോക്കേസിലായിട്ട്. മിഠായി ഡൂക്ക് അറിയില്ല. ഗോൾഡ് കോയിൻ എത്ര ഗ്രാമിൻ്റെത്? 20 രൂപ. 17,000 രൂപ മാർക്കറ്റിലുള്ള സാധനമാണ്. വാങ്ങിയാലോ? ചില്ലാക്കാം. അത് വേണേ മേടിക്കാം. ഈ ഗോൾഡ് ബാർ മേടിക്കാം. ഗോൾഡ് ബാർ അത് 20. ഗോൾഡ് ബാർ 20 രൂപ. മറ്റന്മാരെവിടെ? മറ്റൊരു തപ്പിട്ട് തരാം. അയ്യോ ഇവിടെ എന്താ മേടിച്ചേ? പൂക്കിയ
ഇതായിരിക്കാ ഇതായിരിക്കാ വീട്ടിലെ ചേട്ടൻ്റെ ഒന്നുള്ളൂ. പഠിക്കുന്ന പിള്ളേരാണ്. ആ പെൻസിൽ എന്തെങ്കിലും അല്ല ഇതോ കൊച്ചു പഠിക്കാത്ത കൊച്ചെന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോവാത്ത കൊച്ചാണ്. അല്ലേ തളർത്തി കളഞ്ഞ്. കന്യാകുമാരി ജസ്റ്റ് നമ്മളവിടുത്തെ ഉദാസം സുദാസം സുഖൈലാസവാസം ഹരാനിർഭരം സംസ്കൃതം അത് കുഞ്ഞ് പഠിക്കാത്ത കുട്ടിക്ക് ഒറിജിനൽ പ്ലേ ഒറിജിനലാ ചൈനീസാ? സമയം കത്തിച്ച 2 മിനിറ്റ്. എത്രടാ? 150. 150 കൊള്ളല്ലേ? 80 കൊള്ളാം. സിംഗിൾസ് ആണ്. തന്നെ കുത്ത് 20 നമ്മൾ 20 50 രൂപ വേണ്ട 150 രൂപ ചേട്ടൻ. മനസ്സിലായ ഇതാണ് വില പേശി. അല്ല അതല്ലേ നമ്മളൊക്കെ തീരെ താല്പര്യമായിട്ടില്ല. ഇപ്പൊ ഞാൻ പവറായി. മൊത്തത്തിൽ വേറെ ഉള്ള ലുക്കിലല്ലേ എത്തിക്കുന്നത്. പഠിച്ചു വയ്ക്കുന്നേ വേറെ എനിക്ക് ആവശ്യമില്ല. നീ അറിയണോ? നോക്കട്ടെ ഇതേടാ ഇവിടെ മരക്കട പേളുണ്ടോ ചേട്ടാ? പേളുണ്ട് പേള്. അവ കുറച്ച് കളിച്ച വേണം അത്. ഞാൻ അതുകൊണ്ട് കത്തിക്കാൻ പറ്റും കുറച്ചധികം സമയം. അത് ചൈനീസ് പാളാ കത്തിയാ പോവില്ല. ഇത് നമ്മളെ ഏരിയ അല്ല. പേള് തപ്പി നടക്കുകയാണ്. ഓരൊക്കെ ഹൈപ്പറായി പേള് തപ്പി. എത്ര വെച്ച് നോക്കിയാ ബസ് ഫ്രക്കിന് ഇതിനെത്ര? കുഴപ്പമില്ല, നല്ല റീസണബിളാണ്. 100 കിട്ടി. 120. ഇത് 120. ഇത് 120. പ്രിന്റ് ഉള്ളതിന് വില കൂടുതലാ. ഇതിൽ കന്യാകുമാരി എഴുത്തുള്ള സാധനം ഉണ്ടോ? അല്ല ഇതിന്റെ മോഡൽ സിംഗിൾ ഷോട്ടാണ്. ആ 120 റുപ്യാണ്. ആർക്ക് ആർക്ക് മാർക്കറ്റ് ഫുള്ള് അലക്സിറ്റിൽ ആവശ്യമാവും. അത് ഒരുത്തന് രാവിലെ വേണം. അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. രാവിലെ ശിവൻ ഇവിടെ അയോധ്യയിലെ ശ്രീരാം. ഏത് ഇതാ ഇതല്ലേ? പുള്ളിക്കാരൻ ആരാണ്? അയോധ്യയിൽ ഈ അടുത്ത് ശ്രീരാമക്ഷേത്രം ഉണ്ടാക്കിയില്ലേ, അവിടെ പ്രതിഷ്ഠിച്ച ലുക്കാണത്. അവിടുത്തെ പ്രതിഷ്ഠയാണ് ആ ഇത്. ശ്രീരാമൻ. പക്ഷെ എനിക്ക് വിശക്കുന്നു. ആർക്ക് വിശക്കുന്നത്? കുഞ്ഞിനെവിടെ?
ബുദ്ധൻ ചലിക്കാത്തെങ്കിലും സലീം കുമാറപ്പൻ അതെന്താടാ അങ്ങനെ ഒരു ടോക്ക് ഓൾറെഡി കുറേ വാങ്ങിയല്ലേ നല്ലൊരു സലീം പറ്റൂല കൊള്ളാലോ പറയാൻ അല്ലേ ചേച്ചിക്ക് ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ എൻ്റെ ആവുമല്ലോ ആ ഒരിക്കലും കഴിഞ്ഞോളാം നീ താലി മേടിച്ച് വെച്ചു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്. ഞാൻ താലി മാത്രമാക്കണ്ട 2 പന്തലും സദ്യയും കൂടെ ഏൽപ്പിക്കാം ഫുൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിക്കോട്ടെ. തോക്ക് മെഷീൻ കണ്ണാണ് നടക്ക് മാസം നടക്ക്. ഇതെന്ത് സാധനം? ഫ്രിഡ്ജിലും അവിടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്. ഓ അങ്ങനെ. ചെറുതുണ്ടാക്കണം നോക്കാം. അത് കുറച്ച് വലിപ്പമായി പോയി. കുഞ്ഞനോടെ കുഞ്ഞനോട് ആര് ഇപ്പം 100 റുപ്യക്കല്ലേ ചോദിച്ചോ? പക്ഷെ ഓൻ്റെ കന്യാകുമാരിയാണോ എൻ്റെ അത്? മറ്റേ ഗണപതിന് 120 എത്ര ഗണപതിക്ക് 120. സെയിം റേറ്റാ. സാധാ ശംഖ് 30 റുപ്യ. അത്രയ്ക്ക് സാധനം വാങ്ങി കൊടുത്താലോ? 150 റുപ്യ തന്നെ. ഇഷ്ടം പോലെ ഐറ്റംസ് ഇருக்கு നമ്മുടെ ഇതിലോ എന്നെ കളിക്കണേ. നമ്മുടെ തമിഴ്നാട് ഹാൻഡിലൂംസ് ഉണ്ട്, നല്ല നല്ല കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല ഫിക്സഡ് റേറ്റ് ആണ്, ചെറിയ റേറ്റ് ആണ്. ഷർട്ടിനൊക്കെ 200 രൂപ. നല്ല സാധനം എടുക്കാം. എനിക്ക് ഇഷ്ടപ്പെടുന്ന വയറിന്ന് കേൾക്കുന്നില്ലടാ. അതിൻ്റെ ഉള്ളതാണോ ചുമ്മാ എടുത്തല്ലടാ അത്. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇതെങ്ങനെയുണ്ട്? കൊള്ളുവാൻ പറ്റൂലേ? കിടിലം ലുക്ക്. എടാ അബി ഇതെങ്ങനെ ഉണ്ടോ? അബി ഇതെങ്ങനെയുണ്ട്? ഓവറാണോ? ഇത് നോക്കി. ഇല്ല അതാണ് ഓ ഇത് അതിനൊക്കെ രസതാ. കോമഡി ആക്കില്ല. തീ കത്തിക്കണ്ട. ഇത് നോക്ക്, നീ പറഞ്ഞ അടുത്ത് നോക്ക്. ഇത് പിന്നെ ഇത് ഷർട്ട് ഇതാണ് കുറച്ചുകൂടെ നിനക്ക് ചേരുന്നത്. ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞ കേട്ടോ, മറ്റേ കോമഡി ആണെങ്കിലും. എക്സൽ ആണെങ്കിൽ എടുത്താൽ മതി. ഇട്ടോക്കില്ലേ എല്ലാം ഇട്ടോക്കണ്ട. എക്സൽ ആണെങ്കിൽ സൈസ് അല്ല. നീ ഇപ്പം റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നു. ആ ഇല്ല ഓന് മറ്റേ നേരത്തെ ഓക്കെ ആയിരുന്നു. പറ്റുമോ? എടാ ഇത് കറക്റ്റ് ഹൈറ്റാ. ഇട്ടോക്ക് ഇട്ടോക്ക്. മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ സിഎം നമ്മളെ പിള്ളേർക്ക് 10 അടിച്ചിട്ടില്ല. അണ്ണെന്ന് പറഞ്ഞാൽ തന്നെ പെരിയുന്നത്. ചിന്ന എണ്ണം അത് തമ്പി 2 അണ്ണൻ ജെറീസും അന്യാവോ അണ്ണ അണ്ണ
ഫസ്റ്റ് ഇയർ This guy is also first year. BA മലയാളം. ഇംഗ്ലീഷ് എന്നെ വേല പാത്രം 7th C ചെറിയ ബ്രദർ 7th മറ്റേ കോളേജ് ഹോസ്റ്റൽ. ചിന്ന തമ്പി കേരളാവില് വന്നിരിക്കയാ നോർമൽ ഏതാ? ഇതാണ് ജിഗർദണ്ഡ. നിന്റെ മറ്റേ അണ്ണാക്കി ഞാൻ എടുത്ത് തരാം. എങ്ങനെയുണ്ട് അബി? എങ്ങനെയുണ്ടെന്ന് എങ്ങനെ തമിഴ് കേൾക്കണം? എപ്പടി ഇருக்கு? இது வந்து നമ്മുടെ പാലട പായസം മാതിരി. പാലട പായസം സ്വീറ്റ്നെസ്സാ? സ്വീറ്റാ? പാലട ഇല്ല, പായസം അത് നോർമലാണ്. ഇതെപ്പടി? ரொம்ப പ്രമാദം. എപ്പടിയാ? എങ്ങനെയുണ്ട്? പാലട പായസവും മിൽക്ക് ഷേക്കും ഒരുമിച്ചിട്ട പോലെ. ഇതാണ് സാഹിത്യം. സംഭവം കൊള്ളാം. എന്താണ് ഇതിന്റെ പേര്? ഇതിന്റെ പേരെന്താണ്? പേരെന്താണ്? ജിഗർദണ്ഡ. അടിപൊളി സംഭവം അടിപൊളി. മധുരൈ സ്പെഷ്യൽ ജിഗർദണ്ഡ. പേടല്ലേ പേട മിൽമയുടെ അതുപോലെ ഇരിക്കും. ഇത് അത് ആ ഒരു ടേസ്റ്റിന് ഹരി പറ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? കിടുകിടും നന്നായി. സ്വീറ്റ്. അപ്പോൾ ഇതിനെന്താ ന്യൂഡിൽസ് പോലെ? നമ്മളെ ന്യൂ ഫ്രണ്ട് உன்னோட பேரு பேரு ജിംബ്രേസ് ജിംബ്രേസ്. വീട്ടിലെന്താ കൂപ്പിട്ടിരിക്കേ? അതല്ല അത് നമുക്കറിയാം. ജിബ്രു. ആമാ. ജിംബ്രേസ്. പെരിയ പേര്. ജിംബ്രേസ്. ரொம்ப കഷ്ടം. കൂപ്പിട്ടിരിക്കേ. ഒപ്പിക്കണ്ടല്ലേ? റെഡ്ഡി. റെഡ്ഡി. ഞാൻ എന്നെ ജിംബ്രു എന്ന് കൂപ്പിട്ടിരിക്കേ. ജിംബ്രു. இன்னைக்கு ஒரு நாள் தானே அதுக்கு சொல்லிருக்கு உங்களுக்கு வாய்ப்பே கிடைக்கும். அதுக்கு நீங்க இங்க இருந்தா தானே சொல்லியா எங்க ஸ்கூல்ல சிபிஎஸ்இ ஸ்கூல்ல வேலை பார்க்கறேன். സെന്റ് ജോസഫ്. ஜோசப் புதுசா வாதியாரி. பிடி சாரா പിള്ളേരെ പിടിക്കില്ല. எத்தனை ஸ்டாண்டர்ட்? விச் ஸ்டாண்டர்ட்? fourth standard. fourth fourth standard to 7th standard. നാലാമത്തിലെയും ഏഴാമത്തിലെയും എടുക്கிறாங்க. 7th standard. ഓൻ ഇംഗ്ലീഷ് you know അറിയാം. joshua you know joshua ജോസഫ്. ഞാൻ വേറെ പാർട്ടിട്ടൊക്കെ. ഇവന്താ ടുമാറോ ഐ വിൽ ജോയിൻ. നാളെ കാലേ നാളെ 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 വന്ന് ഞാൻ ജോയിൻ பண்ணிருக்கேன். நாளைக்கு ജോയിനിങ്. ஜாயின் பண்ண போறீங்க. അതുവാ നീ ഏത് സ്കൂളിൽ? காரணம் மாதம் எடுத்து കാർമൽ മാതാ I first study cousins. കളസൻസാ. അടുത്തതാണോ? அடுத்ததா இப்ப காரணம் ഒരെണ്ണം അടിക്കണം. കാർമൽ
ഉന്നോട് ഫേവറേറ്റ് സബ്ജക്റ്റ് തന്നെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഇപ്പോഴല്ലേ ഓടായത്. മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് தெரியுமா? സയൻസ് ആയോ? സയൻസ് വാദിയാ നിജമാ സയൻസ് വാദിയാ ഇവനെ ഒരു കേരളത്തിലെ ഞാൻ വന്ന് ഫോട്ടോസ് കാണിച്ചു. ഇവൻ വന്ന് വാൾട്ടർ വൈറ്റ്. വാൾട്ടർ വൈറ്റ് ബ്രേക്ക് ബാഡ് സയൻസിലെ മിസ്സാണ്. വാൾട്ടർ വൈറ്റ് ഇത് നോർമലോ? ആർക്കറിയാം, കുടിച്ചൂടെ അങ്ങോട്ട്. മൈ സ്റ്റുഡൻസ്, ഇത് വന്ന് മൈ സ്റ്റുഡൻസ് ഇൻ കേരള. ഇൻ കേരള நாங்க எல்லாருமே டீச்சர்ஸ் தான். എല്ലാവരും ടീച്ചർ தான். நாங்க எல்லாருமே டீச்சர்ஸ் தான். മലയാളം ഊർക്ക് കേരള ലാംഗ്വേജ് മാത്സ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. നിനക്ക് എന്ത് ഡൗട്ട്? ആ ഇംഗ്ലീഷ്. ഇവന് ഇഷ്ടമല്ല അത്. അതേ ചോദ്യം ചോദിച്ചു. എന്ത് ഡൗട്ട് ചോദിച്ചില്ലേ? എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചിക്കോ. என்ன டவுட் வேணாலும் அவங்க கிட்ட கேளு. കേള് അതാണ് കേള് നീ മാത്സ് ഇംഗ്ലീഷ് നീ മാത്സിൽ ഡൗട്ട് കേട്ടുക്കോ. ആണ് മാത്സിൽ ഡൗട്ട് കേട്ടുക്കോ. മാത്സ് സാർ இருக்கா? ഊരിന്റെ ഒമ്പതിലൊന്ന് തമിഴ് പറയാം. 9 തന്നെ. 9 ചോദിച്ചു പറഞ്ഞു. 9 ടേബിൾ പറ. 9 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 9 சொல்லு. நான் 9th படிக்கிறேன். நீ ஏதா 7 சொல்லு. டேபிள் மல்டிப்ளிகேஷன் டேபிள் 7. மல்டிப்ளிகேஷன் டேபிள் தெரியுமா? சொல்லு 7. எனக்கு அடுத்த ஆள்கிட்ட சொல்ல வைக்கிறேன். അടുത്ത ആഴ്ച പഠിപ്പിക്കാം. ஓகே நான் 4 னு சொல்லு. எனக்கு 1 ടേബിൾ 1 into 4 4 2 into 4 சொல்லு. ഇവരെ സിലബസ് അറിയില്ലല്ലോ. എന്ത് സംഖ്യ? ஆமா. எப்படி മാത്സ് സംഖ്യ ഇല്ലാതെ പഠിക്കുക? அப்படி 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 சொல்லு. அப்படி சொன்னா அப்படி வரக்கடா. சொல்லுங்க. அப்படி கண்டினியூ பண்ணு. அதுதான் கேக்குறேன் சொல்லு. 10 അവര് 10 വരെ അറിയൂ. 10 வரை சொல்லுங்க. അവര് 10 വരെ അറിയൂ. 10 வரை சொல்லுங்க. சொல்ல மாட்டேன். ஆ 15 വരെയൊക്കെ 10 പറയാം. times 4 வரை சொல்லுங்க. ஏன்னா 8 வரை சொல்ல 6 வரை சொல்லடா. ஆ 6 வரை சொல்றேன். ആ செகண்ட் டேபிள்ல இருந்து 6th டேபிள் வரை. സെക്കൻഡ് ടേബിൾ ആൻഡ് സിക്സ്ത് ടേബിൾ. ആ ആ ஓகே சொல்லுங்க. ആ അങ്ങനെയാണ് പറയുന്നത്. 2ന്റെ ഗുണ പട്ടിക 6ന്റെ ഗുണ പട്ടിക വരെ. சொல்லுங்க. சொல்லுங்க come on. നിനക്കല്ല ഐഡിയണ്ടല്ലേ ഇതിനെക്കുറിച്ച് തമിഴിനെ കുറിച്ച് നമ്മളിത് എത്ര കേട്ടേടാ. സത്യം പറഞ്ഞാൽ നീ എനിക്ക് വലിയ തമിഴ് சொல்லுங்க ஜிப்ரைஸ் சொல்லுங்க. 1 2 2 4 3 2 6 4 2 8 5 2 7 6 2 7 7 2 14 8 2 16 9 2 18 10 2 20 1 3 3 2 3 6 3 3 9 4 3 12 5 3 5 3 15 6 3 6 3 18 7 3 are 7 3 21 8 3 20 24 9 3 27 10 3 30 1 4 is 4 2 4 8 3 4 7 4 4 proposal 16 5 4 20 5 4 20 6
6 4s are 24. 7 4s are 28. 8 4s. 8 4s are 32. 9 4s are 36. 10 4s are 40. 1 5 is 5. 2 5s are 10. 3 5s are 50. 4 5s are 20. 5 paisa. 25. 6 5s are 40. 6 5s are 30. 7 5s are 35. 8 5s are 30. 8 Paisa. 8 5s are 40. 9 5s are 45. 10 5s are 50. 1 6 is 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 5 6 ah? 5 6. 1 6 is 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 19. 6 6 are 36. 7 6 are 42. 8 6 are 40. 49. 48. 48. 9 6 9 6 ah? 9 6 are 54. 10 6 are 60. കയ്യടിക്കടാ കയ്യടിക്കടാ അടിപൊളി ഇതിക്ക് എന്താ വേണം സ്ഥിരം തന്നെ പറയട്ടോ വേണ്ട. എന്നാ വേണോ ഒന്നും വേണ്ട. എന്നാ വേണം ചൊല്ലി എന്നെ വേണ കേട്ടുക്കോ. ഒന്ന് ഒന്നും വേണ്ട വേണ്ട. പാട്ട് പാടണം പാട്ട് പാടണം പാടുங்க. അല്ല ഉനക്ക് പാட தெரியுமா பாட்டு? நீங்க பாடுங்க. இல்ல அவங்களுக்கு தெரியாது. எங்களுக்கு யாருக்குமே பாட்டு பாட தெரியாது. மலையாளம் யார் மலையாள டீச்சர்? அவங்க இவங்க வந்து பெரிய ரைட்டர். ரைம்ஸ் சொல்லுங்க பாடுங்க. പാടാ ഒരു പാട്ട് പാട്. ഇല്ല പാട് പാട്. മലയാളത്തിൽ ഒരു പാട്ട് പാടുங்க. ആ മലയാളത്തില് നേഴ്സറി സോങ് പാടും. ആ പാട്. കാക്കയെ കൂടെ വിടെ കൂട്ടിന് അകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനെ തീറ്റ കൊടുക്കാനായി ബാക്കി പാട്. കുഞ്ഞിന് തീറ്റ കൊടുക്കാനായി കൊടുക്കാനായി കുഞ്ഞു വെച്ച് എന്ത് കരയൂല. റൈംസ് പഠിക്കണേ. ഞാൻ പാടില്ല. ഇംഗ്ലീഷ് റൈംസ് ഇല്ലേ? ഇംഗ്ലീഷാണ് വേണ്ടത്. ആ റൈമാ എന്നെ റൈമാണ് ആ റൈറ്റ്. റൈംസ് പാടുங்க. Twinkle twinkle little star, how I wonder what you are, up above the world so high, like a diamond in the sky. സയൻസ് ടീച്ചറാണ് ഹ്യൂമൻ ബോഡി അല്ല ഓരോ പാട്ട് പാടാം. നമ്മൾ പാടിയോ പാടാം. ആ സയൻസിലെ ചോദിക്കൂ കേൾവി ചോദിക്കണം അത്. ആ കേൾക്കുക പാടുங்க. കെമിക്കൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ദാറ്റ്സ് ഫ്ലൂയിഡ് H2O അവൻ ചിന്ന കുളത്തെ അവന് தெரியாத അതൊക്കെ വലിയ പേര് பெருசுதான் சின்ன சின்ன இந்த கேக்குறேன் மேத்ஸ்ல என்ன சொல்லுங்க? நீ மேக்ஸ்ரா சரி டேபிள் தெரியுமா கேள்விக்கு தான் சொன்னேன். நீங்க காக்கா ஆமா 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 உனக்கு டேரி மில்க் பிடிக்குமா? டேரி மில்க் எவ்வளோ ரேட்டு? 10 ரூபா. 10 ரூபா. இங்க எத்தனை பேர் இருக்கு? 1 2 3 4 5. 5 ഒന്നേയും ചേർത്ത് 6 പേര്. ശരി 6 ഡയറി മിൽക്ക് എത്ര? ഡയറി മിൽക്ക് 6 ഡയറി മിൽക്ക് 6 ഡയറി മിൽക്ക് വാങ്ങണ എவ்வளோ രൂപയാവും? 60. 60. 60 rupees. ബ്രില്യൻ്റാ. ഇനി നീ ഒരു പാട്ട് പാട്. எனக்கு பாட்டே தெரியும். நாங்க எல்லாருமே பாட்டி. நீங்க அழகான பாட்டு பாடணும். அழகான பாட்டு ஃபுல்லா பாடணும். அது ஃபுல்லு தான். அந்த ரைம் ஃபுல்லு தான். അത് ഫേമസ് റൈമാ. ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് അടി. നീ ഒരാളെ പാട്ട് പാടുന്നോ ഒരു തമിഴ് പാട്ട് പാടും. തമിഴ് പാട്ട് പാടും നീ പാട്. எனக்கு தெரியும் பாடு எனக்கு தெரியும் சத்தியமா. பாடுறா ட்ரை பண்றா.
കാലം പിടിക്കും വിജയ് ഫാനാ. ഓ തലപ്പതി നീ ഇതാണ് നീ പറയാനുള്ള പറഞ്ഞ മതി. സൂര്യ നിനക്ക് എല്ലാവരും പിടിക്കും. സൂര്യനെ പിടിക്കും, അജിത്തിനെ പിടിക്കും. സൂര്യ തമിഴ് ഞാനും സൂര്യ ഫണ്ട. വിജയ് സേതുപതി. വിജയ് സേതുപതി. தெரியுமா தெரியாதா വിജയ് സേതുപതി 96 பார்க்கறேன் മാസ്റ്റർ മാസ്റ്റർ Wait for it. പോസ്റ്റ് വില്ലൻ ദാറ്റ് ആക്ടർ. சூர்யா தான் சூர்யா பாட்டுல ஏதோ ஒரு பாட்டு பாடுங்க தமிழ்ல എനിക്ക് തമിഴ് സൂര്യ ഇഷ്ടമല്ല. அது இங்கிலீஷ்ல பாடுங்க இங்கிலீஷ்ல பாடுங்க ലിറിക്സ് കാണാൻ പോലെ மலையாள டீச்சர் பாடுங்க നീ പാടും. നീ ഒരു വിജയ് നീ ഒരു വിജയ് സോങ് நீங்க பாடுங்க அடுத்து நான் பாடுறேன் நிஜமா എന്നാലും പാടിയിട്ടേ ഉള്ളു കാര്യം. என்ன பாடா എന്നാ അവനെ കൊണ്ട് പാടി എല്ലാം പാടാം. பாடுங்க இல்ல நானே இல்ல அவங்க தான் பாடுங்க அவங்க பாடா തമിഴ് വെയിറ്റ് இங்கிலீஷ்ல பாடுங்க ഓം ശാന്തി ശാന്തി ഓം ശാന്തി ഏന്തി ഇല്ല അവൻക്കൊരു മലയാളം പാട്ട് പാടുവാ. റൈറ്റാ നീ ഒരു മലയാളം പാട്ട് പാടും ലാസ്റ്റിൽ. ഇല്ലല്ലോ செல்ல பாடுதான் பாடக்கூடாது പറഞ്ഞു കൊടുക്കാൻ ലിറിക്സ് എടുക്കട്ടെ. ஏங்க அவங்க വരി പാത്തിക്കട്ടെ. പാട്ടോടെ ലൈൻ നീ ഏതെങ്കിലുമൊക്കെ പാടാ. ചെക്കനെ കണ്ടു പൊടിക്കാറല്ലേ. அப்படியா என்ன கும்மா அப்படியே வந்தீங்க ആ മിന്നൽ വേള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ പറ്റുകില്ല മരിവില്ലാണു നീ. മിന്നൽ വേള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ പറ്റുകില്ല മരിവില്ലാണു നീ. ஏய் இங்க பாருங்க അതൊരു പാട്ടുതാ. இங்க பாருங்க நானும் உங்களோட சேர்ந்து பாடி பாடுறேன் பாருங்க ഇല്ലല്ല അപ്പൊക്ക് മനസ്സിലായില്ല. അതായത് നീ പകുതി പാട്ടേ പാടിയിട്ടുള്ളൂ, അതുപോലെ അങ്ങനെ പാടുള്ളൂ. ஏய் இல்ல இல்ல வெயிட் കള്ളത്തരങ്ങളെ കണ്ണികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിങ്ങലായി മിന്നൽ വേള കയ്യിലിട്ട പെണ്ണഴകേ. இப்போ நீங்க யூக பண்ணோட சூப்பரா இதோட நல்ல பாட்டு பாடுங்க ഇത് നമ്മൾക്ക് ആപ്പ് വെക്കുന്ന அது നമുക്ക് കിട്ടാൻ കൂട്ടുന്നേ നമ്മള് വാദ്യവരുതാണ് സിംഗറല്ലേ സിംഗേഴ്സ് നെയ്യ. என்ன நீங்க அழகா பாடுங்க ഇല്ലല്ല இங்கிலீஷ் டீச்சரும் ആ അല്ല നാങ്ക എല്ലാരുമേ പാടിയാச்சு. ഇനി നീங்க പാട്. നീ ഒരു സോങ് അഴകാ പാട്. நீங்க பாருங்க ആടെ പോലെ നീ മലയാളിക്കട് ആപ്പ് വെക്കുന്ന. சரி சரி பாட்ட 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 என்ன பாடுங்க யோசிங்க சரி நோ யூஸ் யூஸ் பாருங்க ഒരു നേരത്തെ കിട്ടണല്ലേ ഒറ്റ വ്ളോഗാണ് മൊത്തം കണ്ടന്റ് വന്നത്. 17 മിനിറ്റ് കണ്ടന്റ് വന്നത്. ஒண்ணு ஒரு சின்ன பையன் நடிச்ச பாட்டு பாடுறேன் ആ விஜய் நடிக்கல அந்த பாட்டு ആ ഓക്കെ. അതെല്ലാം ഒരു പറവാല. അതെല്ലാം പറവാല. ഏത് പാട്ട് പാടിയത് ഞാൻ കേട്ടോ ടൈമാ ടൈം 8:53 ഹിന്ദി എന്ന് പറയുന്നത് ആ ശരി ഞാനത് വിചാരിച്ചു ഹിന്ദി സാറല്ല പറയാം. ஃபர்ஸ்ட் இந்த விஜய் நடிச்ச சாங் ശരി ആ, പാടുക. പാട് பொரியல அரைப்பட்ட
தயாரான ஆப்பனண்ட் தலை எடுத்து தலைவலியா போக்கி பசங்க தலை எடுத்து அதாட்ட ஆட்டம் போட்டா கட்டி வச்சு கோல கட்டி எல்லாருமே எடுத்து அறுத்து போட்டு அதோட ஆண்டு சுருட்டு பீடி சுருட்டு கேங்கில் எல்லாம் சுருட்டு விராட் கோலி வேலை நம்ம எல்லாம் ஊரு நம்ம குருவனங்க நம்ம அத்தனை பேர் அசைவம் ஒரே மாதிரி சில்லா கும்பல் சண்டை கழிச்சு போட்டு பத்த வச்சு கொகையே போட்டான் பவர் கிக்கு கெட்டி முட்டி கொள்ளாமல் கரைக்கு இருக்கா அதுதான் கணக்கு கெட்டி முட்டி நான் அது வரைக்கும் நான் பாடுறேன். அடுத்தது இன்னொரு போட்டு இந்த ஊட்டியா பிரிவைனு நான் பிகர் தாங்க வேல்டி பியூட்டி குயின்னு கொள்ளா கிட்டி வச்சா பொங்கும் ஆண்டுகாவ நடந்து வந்தா பொங்கும் பச்சை வர்ண நீ பொச்சை கிளி இந்த மாமாவுக்கு நீ புச்சை கிளி நான் தான் உனக்கு பாகுபலி நம்ம ஒன்னா சேர்ந்தா இன்னைக்கு தீபாவளி மதவாயுது நூலிக்கு நம்ம மறைச்சி போடுவோம் நூலிக்கு தீபாவளிக்கு வாங்கி கொடுத்த பாட்டவ எப்போ நீ எப்போ வேணா டச்சு வீட்டு விடுவ സൂപ്പർടാ അടിപൊളി സിംഗം அடுத்த நான் அஜித் பண்ற ஒரு பாட்டு போடுறேன். அல்ல பாப்பா உங்க பாலிஸ்ல கேட்டவன் போவட பேரனோ ஆட்டம் போட வைப்பன இவன் பேர தூக்க 4 பேரு பட்டத்தை உடைக்க 100 பேரு குட்டி சவத்தை எட்டி பார்த்தா உச்சுரா குட்டிக்க கோடி பேரு അല്ല പറക്കളപ്പുറം ഇന്നല്ല അതിന്റെ ബാക്കി ലൈനാണത്. சந்தோஷம் பல நூறாச்சு மச்சான் நூறாச்சு உனக்கு ஒண்ணுடா நான் இறங்கி வருவேன்டா அதை நட்புக்காக தான் நான் உயிரை விட்டுப்பேன்டா ஆறுமை தெரியும்டா நான் ஆறுமை தெரியும்டா ஆறுமை தெரியும்டா அது நட்புக்காக தான் நட்பு இருக்கு நட்பதெல்லாம் இருக்கு கடவுள் வந்த பேலன்ஸ் உனக்கு நட்பேன் இருக்கான் உயிரை தான் கொடுக்கான் கடவே உனக்கு பேலன்ஸ் உனக்கு அடுத்தது நட்புக்காக எல்லாரும் அடி பண்ணாங்க பட் வந்தாப்பா அவன் கையெல்லாம் பிடிச்சேன் அவன் குடல உருவி அவன் கழுத்துல வச்சேன் ஓட ஓட்டு நகரோட்டா ஓட ஓட்டு வச்சோம் தலைய உரமா வச்சோம் அண்டா உருட்டிகள்லாம் ரவுடிகள்லாட்டம் நம்ம அடுத்தது மாமா கமன் சிங்கு குடின தேடி வந்தாங்க தைலா பிபி டுமே மாலை மாத்தி போடுமே கோல்டன் ஸ்பாரோ என்னில நீலாத லைஃப் நான் ரொம்ப சாரோ மாசா பாரோ நம்ம வயலா ஹீரோ சிங்கிள் போயிட்டு வேறு யாரோ ஆமா இப்போ நீங்க பாடுங்க ഒരു മലയാളം പാട്ടിനൊരു ചെക്കനെ പാടിക്കൊടുക്കാം. വർണ്ണക്കുടവി വരുമാവണിത്തിരിഴ തമിഴ് നന്ദുത്തിരയുണരുമായം എന്റെ തെങ്ങ സീതകൾ കുറിച്ചൊല്ലുന്ന മലർത്തേക്കിഴി കരളിന്റെ കഥ കേൾക്കുമോ അവനില്ലാതെ ഞാനില്ല എന്നെ കണ്ണന്റെ കാവിലി
അത് ഞാന് മലയാളം ടീച്ചർ ആ പിന്നെ അണ്ണനാ അയ്യില്ല ഫ്രണ്ടാ നീങ്ങുന്ന പാടാണ് ഒരു തമിഴ് പാട്ട് പറഞ്ഞാൽ ഞാൻ തമിഴിന്റെ പാട്ടാണ്. അഴകി കൺമണി അൻപോട് കാതലിൻ. എനിക്ക് ലിറിക്സ് വേണം. അടുത്ത നീങ്ങുന്ന എനിക്ക് പാടാൻ தெரியாது. അല്ലേ നമ്മള് നാളെ കെട്ടു ഇത് നീ നാളെ കെട്ടിട്ട് നാട്ടിൽ പോകും. ശരി ശരി ശരി. സ്റ്റാർട്ടിങ് കഴിയാ ഇത് മനിതക്കാതലം ഓക്കെ. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതുന്നേ. കൺമണി മുൻപിൽ സൗഖ്യമാനാനിൻ സൗഖ്യമേ. ഉന്നെ എണ്ണി പാക്കയിൽ കവിത കൊട്ടത് അത് എഴുതനിൽ കൊട്ടത്. ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതുന്നേ. ലാലാ ലാലാ പൊന്മണി പൊൻ വീട്ട് സൗഖ്യമാനായ സൗഖ്യമേ. കായമെങ്കും കനാല ആരിപ്പോറ കായമെന്ന പൊന്മാനെ പൊന്മാനെ എന്ന കായമാണ് പോതും എന്നേനി താങ്ങിക്കൊല്ലും നവേനി നഗാതി സമാനെ എന്ന കാല എന്ന മക്കൾ സമാമയത്തെ എന്ന കടി വന്നത് എന്ന സോകൾ ഉണ്ണി കാക്കും എன்ற ബാന്ധ അഴുകി അഴുകി മണികതുറന്ന് കൊള്ളു ഇത് മണിത കാതലല്ലേ അതിൽ താടി പുരിത ഭാഗമേ. അഭിരാമിയെ താലാട്ട് സാമിയെ ഞാൻ താന തെരിയുമാ. ശിവകാമിയെ സിഗിനിയും പാതിയെ അതുപോലെ തെരിയുമാ. എല്ലാരും കൂട്ടാണ് പണിഞ്ഞില്ലേ ഞാൻ പാടി അഭിരാമി ലാലിയെ അവരെ കൊണ്ടും പാടിച്ചിട്ട് നാട്ടിൽ പോകും. കൺമണി അൻപോട് കാതലൻ കുഞ്ഞ ഫസ്റ്റ് പാടില്ല പോലെ വിട്ടയച്ചു. പൊന്മണി പൊൻവീട് സൗഖ്യമാനായ സൗഖ്യമേ. எப்படி இருக்க? பிரமாதம் 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 தானே பிரமாதம் தானே. எப்படி இருக்க? നീ പാടിയിട്ട് നമ്മളറിഞ്ഞു കിടന്ന് അല്ലേ നമ്മള് എന്താ സെർച്ച് ചെയ്ത് இங்கிலீஷ் 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 അല്ലേ தெரியாது. ഇപ്പൊ ഞാൻ വൃത്തിക്ക് പാടുന്നു ഇപ്പൊ ഫീൽ ചെയ്തറിയാം അപ്പൊ ചിരി വന്ന് സൗണ്ട് പോയില്ലേ. മലയാളം പാട്ട് പാടുക ലിറിക്സ് ഒക്കെ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. നിന്നിലെങ്ങും പറന്നതെന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി. നീങ്ങ പാടുക ഏയ് പോലെ പോലെ ഇങ്ങ് വാ. പോലെ ഓക്കെയാ? പോവാ? പോവാ? അല്ല അതല്ല പോകുക എന്നാണ് ചോദിക്കണത്. ഇത് വണ്ടി നീങ്ക പോകറീங்களா ടൈം ആയില്ലേ? ടൈം ആയാ പോകാൻ ടൈം ആയാ. ഇന്ന പോലെ പോലെ ഡേ ഇങ്ങ് വാ. ഏയ് എന്റെ പേരെന്താടാ ഒരു 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 നിമിഷം ഒരു നിമിഷം ഇങ്ങ് വാ ഇങ്ങ് വാ എടാ 1 മിനിറ്റ് ഇങ്ങ് വാ. ഇത് കൊടുത്തേ ഒന്ന് പോയിട്ട് കൊടുത്തേ. ഇതാ, ഇത് പിടി. ഹരി ഒന്ന് സെറ്റിലേക്ക് വാങ്ങടാ. വാങ്ങടാ വാങ്ങടാ നമ്മുടെ പയ്യൻ അങ്ങനെ ഇത്ര നേരം ഉണ്ടായിട്ട് കണ്ടന്റ് കിട്ടിയില്ല. ഇപ്പഴാണ് കണ്ടന്റ് കിട്ടി. എന്റെ മോനെ കണ്ടപ്പോഴേ അടുത്ത വള്ളി എന്താണ് അവന് ചേഞ്ച് വേണത്രേ ചേഞ്ച് എന്താ എത്ര 50 എത്രയാണ്
ടീച്ചർ മലയാളം ടീച്ചർ ഏതൊക്കെ ടീച്ചർ ഒരു തള്ളാണെന്ന് ഓർക്കറിയില്ല നമ്മള് ചെറുക്ക് ടീച്ചേഴ്സ് അത് അതിന്റെ ചെറുക്കം പോയില്ല. ഒരു മൊമെന്റ് എന്തുകൊണ്ടൊരു മൊമെന്റ് വന്നില്ല എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു. കറക്റ്റ് സമയത്താണ്. അല്ലെങ്കിൽ എല്ലാ ട്രിപ്പിലും എന്തെങ്കിലും ഒരു മൊമെന്റ് വരും. ലാസ്റ്റ് പോവാൻ നേരം വെറുതെ കഴിഞ്ഞ പോലെ അവിടെ തല്ലിയത് നമ്മള്. ഭയങ്കര ഇഷ്ടമായി. ഞാൻ അപ്പോൾ പിടിച്ചത് അടിപൊളി ചെറുക്കൻ സെറ്റ്. ഓൻ മറ്റേ പാടിട്ടൊക്കെ പുറത്തു പോകുന്നുള്ള ടൗണിലായി. അതോടെ ഞങ്ങൾ പാടി ചെറുക്കൻ പാടി പറക്കുമ്പോഴേ ഞാൻ പാടിയപ്പോ ഓ മൂടായി പോയി. അവനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. 3 പാട്ടാണ് അവൻ പാടിയത്. 3 പാട്ട് പാടി ചക്കനങ്ങ് പാസ്സായി. എന്റെ പൊന്ന് എന്റെ ചെറുക്കൻ അപ്പൊ ഇതായിരിക്കാം ചിലപ്പോ വ്ളോഗിന്റെ എൻഡ്. പറയാൻ പറ്റൂല. ഇതാണ് കണ്ടന്റ്. ഇതുവരെ കണ്ടത് കണ്ടന്റ് അല്ലേ മച്ചനോട് അല്ലേ കുജനോട് കെമിക്കലിന്റെ എന്തോ ചോദിച്ചു. കൊണ്ട് 2 മുതൽ 6 വരെ പറയിപ്പിച്ച് അത് നമ്മുടെ അല്ലേ കുഞ്ഞനോട് കെമിക്കൽ ചോദിച്ചപ്പോ HCl മറ്റേ വലിയ സംഭവം ചെറുതൊന്നും അല്ല ഓരെന്ത് ചോദിച്ചേ കെമിക്കലായിട്ട് വന്നപ്പോ ട്രിപ്പിന്റെ തുടക്കമായിട്ട് ഇവൻ ഓരോ സ്ഥലത്ത് പറഞ്ഞ ചോദ്യം വരും നമ്മൾ പ്രതീക്ഷ ഇല്ല. ഇങ്ങോട്ട് കൊറേ ചോദ്യം ചോദിക്കുന്നത് ജിംബ്രേസ് ബ്ലോഗത്ത് കണ്ടാൽ മതി. അതിലുണ്ടാവും. അത് സെറ്റ്. ഇതാവും. ഇത് കഴിഞ്ഞാൽ നമ്മള് നാട് പിടിക്കുകയാണ്. ബൈ ബൈ. 3:45 നമ്മൾ ട്രെയിൻ കയറും നാട് പിടിക്കും. ഇതെന്തേലൊക്കെ വരും. ടാറ്റ. ടാ.